ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ബസ് വേർഡാണ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. അതിൻ്റെ ഒരു ജനറൽ മീനിങ് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു തവണ സമയം, കാശ്, എനർജി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി കിട്ടുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിന് പറയുന്നതാണ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. ഇതിനെ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? 9 to 5 ജോബ്, നമ്മൾ റെഗുലർലി ചെയ്യുന്ന ജോബ് അല്ലെങ്കിൽ എന്നും ഡെയിലി ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റീസ്, ഇത് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് 5 പാസീവ് സോഴ്സസ് ഓഫ് ഇൻകം ആണ്. ഇത് എവിടെ നിന്നിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ പാസീവ് സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 6 years മുമ്പാണ്. ഞാൻ UAE വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് UAE ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വാട്ട് ഇഫ് ഐ ലൂസ് മൈ ജോബ്? ഇത് ഏതൊരു കൺട്രിയിലായാലും നമുക്ക് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫ് ജോബിന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉള്ളതാണ്. ആ സമയത്ത് ഞാൻ ചിന്തിച്ചതാണ്, വാട്ട് ഈസ് ദിസ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം? ഇസ് ഇറ്റ് റിയൽ? ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് ഐ റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ഹൈ ടൈം ഒരു 1-2 പാസീവ് സോഴ്സസ് ഓഫ് ഇൻകം നമുക്ക് ഡെഫിനറ്റ്ലി വേണം. ആ ഒരു 6 years മുമ്പ് ഞാൻ ഡെഫിനറ്റ്ലി പാൻഡമിക് വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഐ തിങ്ക് ഈ ഒരു പാൻഡമിക്കിനെ നന്നായിട്ട് സെയിൽ ത്രൂ ചെയ്യാൻ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തത് ദീസ് സോഴ്സസ് ഓഫ് പാസീവ് ഇൻകം ആണ്. നിങ്ങളും പാസീവ് ഇൻകത്തിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഐ തിങ്ക് യു ഹാവ് കം ടു ദ റൈറ്റ് പ്ലേസ്. സോ വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ബിഗിൻ ദിസ് വീഡിയോ. ഫസ്റ്റ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ് റെന്റ് ഫ്രം റിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ഡെക്കേഡിൽ കുറേയധികം ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ട് എക്കണോമിയിൽ. പക്ഷെ എന്നിട്ടും ഇൻവെസ്റ്റേഴ്സ് കുറേയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റിലാണ്. റിയൽ എസ്റ്റേറ്റ് ഈസ് വൺ ഓഫ് ദ പോപ്പുലർ ഇൻവെസ്റ്റ്മെന്റ്. എനിക്ക് തോന്നുന്നു ഇത് ബിക്കോസ് ഓഫ് ഇതിൻ്റെ ഒരു ഇന്ത്യൻ മൈൻഡ് സെറ്റ് ആണ്. നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു വീടെങ്കിലും നമുക്ക് വേണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഒരു 20% ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ഒരു വീട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ ഒരു വീട് ഉണ്ടെങ്കിൽ അത് റെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെഫിനിറ്റീവ്ലി ഒരു ലോങ് ടേം സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്കത് വെക്കാൻ പറ്റും. എസ്പെഷ്യലി ഫോർ NRIs, നമുക്ക് ബാക്ക് ഇൻ ഇന്ത്യ ഒരു വീട് ഉണ്ടെങ്കിൽ ആൻഡ് നമ്മളൊരു ഹൊറൈസൺ ടൈം പീരീഡ് ലെറ്റ്സ് സേ 10 to 15 years നമ്മൾ ഇന്ത്യയിലേക്ക് പോകുന്നില്ല എന്നൊന്ന് തീർച്ചയാണെങ്കിൽ ആൻഡ് വി ഡോണ്ട് മൈൻഡ് റെന്റിങ് ഇറ്റ് ഔട്ട് ടു റിലയബിൾ പീപ്പിൾ, നമുക്കത് റെന്റൽ സോഴ്സ് ആയിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ വൺ ടൈം ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട്, ബട്ട് ദെൻ ഓൺ എ റെഗുലർ ബേസിസ് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ പോപ്പുലർ വേ ഓഫ് മേക്കിംഗ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. ആൻഡ് നമുക്ക് ഹിസ്റ്റോറിക്കലി നോക്കിയാൽ പോലും നമ്മൾ റിയൽ എസ്റ്റേറ്റിന്റെ ആസെറ്റ് ഇത് ഹാസ് ഓൾവേസ് ഔട്ട് പെർഫോംഡ് എനി അതർ ആസെറ്റ്. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ചോയ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. പക്ഷേ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഓൾവേസ് എക്സ്പെക്ട് കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് പാസീവ് ഇൻകം ഫോർ എ റിയലി ലോങ് ടേം. സെക്കൻഡ്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ആണ് ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ വെബ്സൈറ്റ്. എൻ്റെ ഒരു പേഴ്സണൽ ജേർണിയിൽ ഞാൻ 3 വെബ്സൈറ്റ്സ് ടോട്ടലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2007 ബ്ലോഗിങ് ചെയ്യുന്ന സമയത്ത്, സെക്കൻഡ് ഫോർ മൈ റെസ്യൂമെ ബിസിനസ് ആൻഡ് തേർഡ് ഫോർ മൈ അനോക്കി പ്ലാനർ ബിസിനസ്. അനോക്കി പ്ലാനർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദ ജേർണി വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2020 ഞാൻ എൻ്റെ ആദ്യത്തെ അനോക്കി പ്ലാനർ ലോഞ്ച് ചെയ്തത്. ആൻഡ് ഒരു ഡിസൈൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഡിസൈനിനെ ഞാൻ ഒരു ആർട്ട് സോഫ്റ്റ്വെയർ വെച്ചിട്ട് അതിനെ ഡിജിറ്റൽ കോപ്പിയാക്കി ആൻഡ് ദെൻ കുറേയധികം സപ്ലയേഴ്സിനെ കോൺടാക്ട് ചെയ്തു. അവരെനിക്ക് ഇനീഷ്യലി ഒരു 100 to 200 കോപ്പീസ് എനിക്ക് തന്നു. ആൻഡ് ഐ വാസ് ലൈക്ക്, നൗ ഹൗ ആം ഐ സപ്പോസ് ടു സെൽ ദിസ് ടു മൈ പബ്ലിക്? നൗ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് വരുന്ന വ്യക്തിയല്ല. എനിക്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്സൈറ്റി ഉണ്ട്, വെദർ ഐ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. ആൻഡ് എൻ്റെ ഒരു കമ്പൽസറി ആയിരുന്നു എൻ്റെ വെബ്സൈറ്റ് ഷുഡ് റിഫ്ലക്ട് മൈ പേഴ്സണാലിറ്റി, ദാറ്റ് ഇറ്റ് ഷുഡ് ബി വെരി സിമ്പിൾ ടു യൂസ്. സോ അത് വെച്ചിട്ട് ഞാൻ ഒരു വിതിൻ ലെസ് ദൻ എ വീക്ക് ഞാനൊരു നല്ല വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇന്ന് നിങ്ങൾ എൻ്റെ അനോക്കിന്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അനോക്കിന്റെ പ്ലാനർ സെല്ല് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഈ വെബ്സൈറ്റ് ഒരു പ്രാവശ്യമാണ് ക്രിയേറ്റ് ചെയ്തത്, പ്ലാനർ ഒരു പ്രാവശ്യമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി സെല്ലിംഗ് ഫോർ മീ. ഇതിൽ ഞാൻ ഡെയിലി ആയിട്ട് ഒന്നും എനർജി സ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് എൻ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം വിച്ച് എനിബഡി ക്യാൻ ഡു. കാരണം ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ഐ ഡി നോട്ട് റിയലൈസ്
realize the power of online selling. So ഇതേപോലെ തന്നെ planner is just one example. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കുറേ അധികം ഐഡിയാസ് ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങൾക്ക് ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, ഓൺലൈൻ ആയിട്ട്, അല്ലെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഓർ എനിത്തിങ് എൽസ്, എനിത്തിങ് അണ്ടർ ദ സൺ ക്യാൻ സെൽ ത്രൂ എ വെബ്സൈറ്റ്. ഞാൻ എൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് ബ്ലൂ ഹോസ്റ്റ് വെച്ചിട്ടാണ്. ബ്ലൂ ഹോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലീഡിംഗ് വെബ് ഹോസ്റ്റിംഗ് സൊല്യൂഷൻ കമ്പനിയാണ്. ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഈസി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വേർഡ്പ്രസ് വെബ്സൈറ്റ് ബിൽഡർ ഉണ്ട്. ഇതിൽ നമുക്ക് സെർവർ ലൊക്കേഷൻ ഇന്ത്യ ആസ് ഇൻ ചൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ലോഡ് ടൈം ആണ് ഫോർ സെർവേഴ്സ്, ആൻഡ് ഇതിൽ നമുക്ക് ഗൂഗിൾ റാങ്കിങ്ങും ഹൈ ആയിട്ട് നമുക്ക് കിട്ടും. ബ്ലൂ ഹോസ്റ്റ് വഴി നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് SSL സെക്യൂരിറ്റി ഹോസ്റ്റിംഗ് പാക്കേജ് കിട്ടും. SSL സർട്ടിഫിക്കേഷൻ ഇപ്പോൾ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് മസ്റ്റ് ആണ്, എസ്പെഷ്യലി ഇ-കോമേഴ്സ് വെബ്സൈറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നമുക്ക് ഓഫർ ചെയ്യുന്നത് ഫ്രീ കാഷിംഗ് ആൻഡ് CDN ഫോർ ഓൾ വെബ്സൈറ്റ് സർവീസസ് ഉണ്ട്. ബ്ലൂ ഹോസ്റ്റ് വഴി നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ SEO ടൂൾസും കിട്ടും, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓർഗാനിക് ട്രാഫിക് കിട്ടാൻ വേണ്ടിയിട്ട്. ലെറ്റ് സപ്പോസ് നമുക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ട് ആൻഡ് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്ലൂ ഹോസ്റ്റ് വഴി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അനദർ ബെസ്റ്റ് പോയിന്റ് അബൌട്ട് ബ്ലൂ ഹോസ്റ്റ് ഇസ് നമുക്ക് 24/7 നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ. ആൻഡ് ട്രസ്റ്റ് മീ, ഞാൻ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ അധികം ഈ സപ്പോർട്ട് സെന്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ്, ക്ലിയർ ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ബിഗ്ഗസ്റ്റ് പ്ലസ് പോയിന്റ്. ഇനി നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം ടു സെൽ യുവർ മെർച്ചൻഡൈസ് ഓർ പ്രൊഡക്റ്റ് സർവീസ് എനിത്തിങ്, നിങ്ങൾക്ക് ബ്ലൂ ഹോസ്റ്റ് വഴി ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഫോർ ഫർദർ മോർ ഡീറ്റെയിൽസ്. മൂന്നാമത്തെ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബിസിനസ്. നമ്മൾക്ക് ബിസിനസ് ചെയ്യേണ്ട, ബിസിനസ്സിൽ അധികം ലെഗ് വർക്ക് ഉണ്ട്, അത് ഡെയിലി നമുക്ക് ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. ബട്ട് ഡെഫിനറ്റ്ലി എവ്രി വൺ ടുഡേ ക്യാൻ ബിക്കം ആൻ ഇൻവെസ്റ്റർ. എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിസിനസ്സിൽ. എൻ്റെ ഫേവറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഐ ബൈ സ്റ്റോക്സ്. ഓൺലൈനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏത് കമ്പനിയിലെ ആയാലും ഒരു ഇൻവെസ്റ്റർ ആവാൻ പറ്റും ബൈ ബൈയിങ് ദെയർ സ്റ്റോക്സ്. അതല്ലാതെ തന്നെ നമുക്ക് P2P ആയിട്ട് നമുക്ക് മണി ലെൻഡ് ചെയ്തിട്ട് നമുക്കൊരു ഇൻവെസ്റ്റർ ആവാൻ പറ്റും. ബട്ട് ഓൺലി തിങ് ഹിയർ ഇസ് ദാറ്റ് നമുക്ക് ബിസിനസ്സിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, whether the business is a profit making business, അല്ലെങ്കിൽ നമുക്കൊരു റിലയബിൾ സോഴ്സിൽ അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് തന്നെ നമുക്ക് P2P മണി ലെൻഡിങ് ചെയ്യണം. സ്പെഷ്യലി യങ് ആയിട്ടുള്ള ആൾക്കാർ, ബീറ്റ് ഇൻ ഇന്ത്യ, UAE-യിലും കുറേ ഇടത്തും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ പോലും നല്ലൊരു എമൗണ്ട് ചെറിയ ചെറിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു എമൗണ്ട് അവർ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഞാൻ റീസെന്റ് കണ്ടൊരു കാര്യമാണ്, ഒരു കാഫറ്റീരിയ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. 4 ജസ്റ്റ് കോളേജിൽ നിന്നിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളാണ് ഈ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് അവർ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ദേ ഹാവ് ജസ്റ്റ് ഇൻവെസ്റ്റഡ് ദെയർ മണി ഇൻ ദിസ് ബിസിനസ് ആൻഡ് അവർ IT എഞ്ചിനീയേഴ്സ് ആണ്, അവർ IT-യിൽ ജോലി ചെയ്യാണ്. സോ ദാറ്റ് ഈസ് എ വണ്ടർഫുൾ വേ ഓഫ് മേക്കിംഗ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. ആൻഡ് ഇതൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് ഫോർ യുവർ കണ്ടിന്യൂസ് ലോങ് ടേം ഇൻകം. നാലാമത്തെ സോഴ്സ് ഓഫ് ഇൻകം, ഇത് ക്രിയേറ്റീവ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, എസ്പെഷ്യലി റൈറ്റേഴ്സിന്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ബുക്ക് എന്ന് പറയുന്ന കാര്യം എത്ര പവർഫുൾ ആണ്. അറ്റ് ദ സെയിം ടൈം ഓഡിയോ ബുക്സ്, എല്ലാവരും കമ്മ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇയർഫോൺ ഇട്ടിട്ട് either they will be listening to a podcast or they will be listening to an audio book. അതേപോലെ തന്നെ കിൻഡൽ എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും, എല്ലാ യങ്സ്റ്റേഴ്സിന്റെ കയ്യിലും മൊബൈൽ ഉണ്ട്, കിൻഡൽ ഉണ്ട്, ഓർ an iPad ഉണ്ട്. ആൻഡ് ഒരു ഫിസിക്കൽ ബുക്കിനേക്കാളും കൂടുതലും ഈസിലി ആക്സസിബിൾ ബുക്കാണ്. സോ നിങ്ങൾക്ക് പുസ്തകം എഴുതാൻ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ബുക്ക് ഇസ് വൺ ഓഫ് ദ ഫേമസ് വേ ഓഫ് ഹാവിങ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. ഈ ഒരു ബുക്ക് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോൺ വഴി നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു പുസ്തകം നമുക്ക് ഓഡിയോ ഫോർമാറ്റ് ആയിട്ടും നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും ത്രൂ സ്റ്റോറി ടെൽ ഓർ ഓഡിബിൾ എക്സെട്ര. സോ ഇത്രയും കൺവീനിയൻസ് നമുക്ക് സറൗണ്ടിങ് ആയിട്ടുള്ള കമ്പനീസ് നമുക്ക് തരുന്നുണ്ട് ടു സ്റ്റാർട്ട് ആർ passive source of income. So definitely ഇതെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എസ്പെഷ്യലി ബുക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഐ ആം റിയലി ഇൻട്രസ്റ്റഡ് ടു ഡു ദാറ്റ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടെത്തിയ ഒരു കാര്യമാണ്, കൂടുതലും നോൺ ഫിക്ഷൻ പുസ്തകങ്ങളാണ് ആസ് ആൻ ബുക്ക് ഓർ ഓഡിയോ ബുക്ക് സെല്ലാവുന്നത്. എസ്പെഷ്യലി ഹൗ ടു ലൂസ് വെയിറ്റ്, ഹൗ ടു ഇൻവെസ്റ്റ് മണി, ഹൗ ടു സേവ് മണി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ബുക്സിൽ സെല്ലാവുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ റൈറ്റേഴ്സ് ആണ്, യു വോണ്ട് ടു റൈറ്റ് a book. ഫിസിക്കൽ ബുക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ you don't have lot of investment to do in that, ebooks is an easy way to do it. അഞ്ചാമത്തെ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ് ക്രിയേറ്റിംഗ് എ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് couple of
ഇയേഴ്സ് ബാക്ക് ആണ്. ആൻഡ് ഞാൻ ഇന്നും കുറേ അധികം യൂട്യൂബ് ചാനൽസ് കാണാറുണ്ട്, വീഡിയോസ് കാണാറുണ്ട്. എസ്പെഷ്യലി കുക്കിംഗ് വീഡിയോസ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ബട്ട് ഐ കൺസ്യൂം ദാറ്റ് ആസ് എ സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു 300 യൂട്യൂബ് വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 300 യൂട്യൂബ് വീഡിയോസും ഞാൻ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും കുറേ അധികം ആൾക്കാർ ഇത് കാണുന്നുണ്ട്. സോ നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആഡ്സെൻസിൽ നിന്നിട്ട് കിട്ടുന്ന amount എനിക്ക് ആസ് എ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആണ് കിട്ടുന്നത്. കമ്മിങ് ഫ്രം മൈ എക്സ്പീരിയൻസ്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ഐഫോണും ആൻഡ് ഈ ഒരു ബോയയുടെ ഓഡിയോ മൈക്കാണ്. സോ ഇറ്റ്സ് ബീൻ ലൈക്ക് 3 years ഞാൻ ഇപ്പോഴും ഈ ബോയയുടെ ഓഡിയോ മൈക്കാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് പെർഫെക്റ്റ്ലി ഫൈൻ. ഇനീഷ്യലി എനിക്ക് ഡിഫിക്കൽട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആയിരുന്നു. പക്ഷേ വൺസ് യു ലേൺ ഇറ്റ് ബിക്കംസ് ഈസി. കപ്പിൾ ഓഫ് സ്കിൽസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കാൻ ഈസ് പ്രിറ്റി ഈസി. ആൻഡ് ഇന്നത്തെ ദിവസം കോണ്ടന്റ്സ് ഇത്രയും ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം എ ബിഗ് സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് ആൻഡ് റിലാക്സിങ്, കാമിങ്, വാട്ട് എവർ യു കോൾ ഇറ്റ്. ഇതൊരു വലിയ സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് ആണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂട്യൂബ് ചാനൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വലിയ സോഴ്സ് ഓഫ് പാസീവ് ഇൻകം ആണ്. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഗൂഗിൾ ആഡ്സെൻസിനെയാണ്. കാരണം ഇപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് രാത്രി ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലും ഐ എം ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ്. ഐ തിങ്ക് ഞാൻ അതിനെയാണ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ആസ് എൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഈ 5 ഐഡിയാസ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ചിന്തിച്ചിട്ട് യു ഷുഡ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. ഞാൻ ഇത് നിങ്ങളെ ഹസൽ കൾച്ചറിൽ പുഷ് ചെയ്യല്ല, ബട്ട് ഇത് നമുക്കൊരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യും ഇൻ ടേംസ് ഓഫ് ഫ്രീഡം, സ്പെഷ്യലി ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മളൊരു 9 to 5 ജോബിൽ കംപ്ലീറ്റ്ലി റിലൈ ചെയ്യുകയാണെങ്കിൽ ഗോഡ് ഫോർബിഡ് ഇഫ് സംതിങ് ഹാപ്പൻസ് ടു ദാറ്റ്, നമുക്കൊരു ഫോൾ ബാക്ക് ഓപ്ഷൻ എപ്പോഴും വേണം. ആൻഡ് ഇനി നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ടൈം ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ കുറച്ച് സമയം സൈഡിൽ വെച്ചിട്ട് നമുക്ക് 1-2 പാസീവ് സോഴ്സസ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് യു വിൽ ഗിവ് ഇറ്റ് എ തോട്ട് ഓൺ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ.